നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമില് എങ്ങനെയാണ് അഡീഷണൽ കോസ്റ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അഡീഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഐറ്റം വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഒരു ഐറ്റം തൃശ്ശൂർക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പൊ റൈസ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ റൈസ് വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അവിടെ കടയിൽ നമ്മൾ 1 കിലോ റൈസിന്റെ റേറ്റ് കൊടുത്തു. ഇപ്പൊ ഒരു 50 kg റൈസ് ആണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ അത് എല്ലാ എമൗണ്ട് നമ്മൾ കടയിൽ കൊടുത്ത് നമ്മൾ ഇങ്ങോട്ട് പോരുകയാണ്. അപ്പൊ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ റൈസ് വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്താണ് ആ റൈസ് നമുക്ക് എന്താണ് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റണം അല്ലെ. അപ്പൊ അതിന് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു എക്സ്പെൻസ് കൊടുക്കണം, ലോഡിങ് ആൻഡ് അൺലോഡിങ്. അതേപോലെ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് എത്തിക്കാന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് അഡീഷണൽ കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റിൽ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഐറ്റത്തിന് നമുക്ക് സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നഷ്ടം വരും. അപ്പൊ ഒരു ഐറ്റത്തിന്റെ മുകളിൽ എന്തെല്ലാം അഡീഷണൽ കോസ്റ്റുകൾ വന്നിട്ടുണ്ടോ അതെല്ലാം അതിലേക്ക് മെർജ് ചെയ്തിട്ട് വരണം, ഓട്ടോമാറ്റിക് ആയിട്ട് മെർജ് ചെയ്തിട്ട് വരണം. അതിനാണ് അഡീഷണൽ കോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ 2 രീതിയിൽ അഡീഷണൽ കോസ്റ്റുകൾ കാണിക്കും. ഒന്ന് പർച്ചേസിന്റെ ബില്ലിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അഡീഷണൽ കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചു പോകുന്നു, വഴിയിൽ വെച്ചിട്ടാണ് നമ്മൾക്ക് ഇപ്പൊ ചെക്ക് പോസ്റ്റിൽ എക്സ്പെൻസ് കൊടുത്തു. അപ്പോ അത് ആ കടയിലുള്ള ആളുമായിട്ട് നമുക്ക് ബന്ധമില്ല. എന്നാൽ നമുക്ക് ആ ഐറ്റത്തിന്റെ റേറ്റ് നിശ്ചയിക്കുന്ന സമയത്ത് ആ കോസ്റ്റും കൂടി അതിൽ ഇൻക്ലൂഡ് ആകണം. അപ്പോൾ 2 തരത്തിലെ അഡീഷണൽ കോസ്റ്റുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഒന്ന് ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അഡീഷണൽ കോസ്റ്റുകൾ കാണിക്കും, രണ്ടാമത് ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പക്ഷെ ഐറ്റത്തിലേക്ക് മെർജ് ചെയ്തിട്ട് വരണം. അപ്പൊ രണ്ടും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾക്ക് ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അതായത് പർച്ചേസിന്റെ എൻട്രിയിൽ എങ്ങനെയാണ് അഡീഷണൽ കോസ്റ്റുകൾ കൊടുക്കുക, അതെങ്ങനെയാണ് ഐറ്റത്തിനെ അഫക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമളനാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പിന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി. അപ്പൊ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെയാണ് കേട്ടോ. അതായത് October 28 മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരെ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും. എന്റെ മെയിൽ ID എന്ന് പറയുന്നത് syamastallyclass@gmail.com ആണ്. അപ്പൊ ഇതിലേക്ക് മെയിൽ ചെയ്താൽ മതി. 1 മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാൽ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു പർച്ചേസിന്റെ എൻട്രിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ പർച്ചേസ് ചെയ്തു. ഇവിടെ പാർട്ടിയുടെ പേര് കാണിച്ചിട്ടുണ്ട്, പർച്ചേസ് കാണിച്ചു, ഇവിടെ ജസ്റ്റ് എൻട്രി അടിച്ചു, ഇവിടെ ഐറ്റം കൊടുത്തിട്ടുണ്ട്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് കൊടുത്തു. ഞാനിവിടെ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഒരു ലെറ്റർ കൊടുത്തു. അതിന്റെ അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ്, കാരണം പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നുള്ള എക്സ്പെൻസ് ആണല്ലോ. ഞാനിവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു, ഇവിടെ 500 കൊടുത്തു, ജസ്റ്റ് എൻട്രി അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാം. നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് സമ്മറിയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. അതിനുവേണ്ടി ജസ്റ്റ് ഗേറ്റ് ഓഫ് ടാലിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് യെസ് അടിച്ചു. അപ്പൊ ഇവിടെ സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ട് ഇവിടെ വന്നു. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഐറ്റത്തിന്റെ പേര് വന്നിട്ടുണ്ട്, ഇവിടെ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്, റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 41 രൂപയാണ് റേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ 41 രൂപ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് അഡീഷണൽ കോസ്റ്റ് 500 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇവിടെ ഇപ്പൊ ഇഫക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അതായത് അഡീഷണൽ കോസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റേറ്റിന്റെ മുകളിൽ കൂടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ അത് വന്നിട്ടില്ല. ഇനി അഡീഷണൽ കോസ്റ്റിന്റെ മാത്രം സെപ്പറേറ്റ് റിപ്പോർട്ട് കിട്ടണമെന്ന് വിചാരിക്കുക. അതിനാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻവെന്ററി സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ മൂവ്മെന്റ് അനാലിസിസ്, അതിൽ സ്റ്റോക്ക് ഐറ്റം അനാലിസിസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഐറ്റം വന്നു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്, ബേസിക് റേറ്റ് വന്നിട്ടുണ്ട്, വാല്യൂ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അഡീഷണൽ കോസ്റ്റ് എന്നുള്ളത് ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അഡീഷണൽ കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ഇവിടേക്ക് അത് അഫക്റ്റ് ആയിട്ടില്ല. ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യണം. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതായത് നമുക്ക് ഈ ഒരു പർച്ചേസിന്റെ എൻട്രി തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഫസ്റ്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ വൗച്ചർ ടൈപ്പിൽ പോയിട്ട് നമ്മുടെ അഡീഷണൽ കോസ്റ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ടാലി പ്രൈമിലാകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ERP-ലാവുന്ന സമയത്ത് അത് F11 തന്നെ ഒരു ഫീച്ചർ ആയിരുന്നു, എന്നാൽ പ്രൈമിൽ അത് F11 ഒരു ഫീച്ചർ അല്ല.
അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്കിവിടെ ഗോ ടു ക്ലിക്ക് ചെയ്യാം. ഗോ ടു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഇവിടെ ഓൾട്ടർ മാസ്റ്റർ സെലക്ട് ചെയ്തിട്ടെടുക്കാം, അതിൽ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തെടുക്കാം, അതിൽ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ പർച്ചേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കും, ട്രാക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. ഈ ഒരു ഓപ്ഷനാണ് യെസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റിൽ ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുക്കണം, എന്നാലാണ് അഡീഷണൽ കോസ്റ്റ് നമുക്ക് ഇവിടെ കാണിക്കുക. അപ്പോൾ ഇവിടെ യെസ് കൊടുത്ത് ഇത് കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമെങ്കിൽ നമ്മളിവിടെ അഡീഷണൽ കോസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഈ എൻട്രി ഒന്ന് ഓൾട്ടർ ചെയ്യാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, ഇവിടെ എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ നമുക്ക് കേഴ്സർ ഇവിടെ നിർത്താം. ഇതിനെ നമുക്കൊന്ന് ഓൾട്ടർ ചെയ്യാം. അപ്പൊ ഇതിനെ ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിനെ അതിന്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൺട്രോൾ എൻ്റർ അടിച്ചു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വെറുതെ ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ അഡീഷണൽ കോസ്റ്റ് ഐറ്റത്തിലേക്ക് മെർജ് ചെയ്തിട്ട് വരില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് എക്സ്പെൻസിനെ ഒന്നും കൂടി ഓൾട്ടർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഈ ഡയറക്റ്റ് എക്സ്പെൻസിനെ ഒന്നും കൂടി ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. കൺട്രോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും മെത്തേഡ് ടു അലോക്കേറ്റ് വെൻ യൂസ്ഡ് ഇൻ പർച്ചേസ് ഇൻവോയ്സ്. എങ്ങനെയാണ് ഇതിന്റെ അപ്രോപ്രിയേഷൻ വരേണ്ടത്? ഇവിടെ രണ്ട് തരത്തിലുള്ള അപ്രോപ്രിയേഷൻ ഉണ്ട്. അപ്രോപ്രിയേറ്റ് ബൈ ക്വാണ്ടിറ്റി ഉണ്ട്, അപ്രോപ്രിയേഷൻ ബൈ വാല്യൂ ഉണ്ട്. അപ്രോപ്രിയേറ്റ് ബൈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത് ക്വാണ്ടിറ്റി കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ 4 എണ്ണം വാങ്ങിക്കാനാണെങ്കിൽ അഡീഷണൽ കോസ്റ്റ് 500 കൊടുത്തു കഴിഞ്ഞാൽ 500 ഡിവൈഡഡ് ബൈ 4, അപ്പൊ അതിന്റെ മുകളിലാണ് എടുക്കുക. വാല്യൂ എന്ന് പറഞ്ഞാലോ വാല്യൂന്റെ മുകളിലാണ് അത് എടുക്കുക. അപ്പൊ ഏതിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പൊ ഞാനിവിടെ അപ്രോപ്രിയേറ്റ് ബൈ വാല്യൂലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് റിപ്പോർട്ട് നമുക്ക് എടുത്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കാം. നമുക്ക് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഐറ്റം, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ റേറ്റ് 51 രൂപയായി വന്നിട്ടുണ്ട്. നമ്മൾ 41 രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പൊ ഇതിന്റെ റേറ്റ് 51 രൂപയായി വന്നിട്ടുണ്ട്. അതായത് അഡീഷണൽ കോസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് മെർജ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ അഡീഷണൽ കോസ്റ്റിന്റെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻവെന്ററി സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ മൂവ്മെന്റ് അനാലിസിസ്, അതിൽ സ്റ്റോക്ക് ഐറ്റം അനാലിസിസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ എൻ്റർ അടിച്ചു, ഒന്നും കൂടി എൻ്റർ അടിച്ചു. ഇവിടെ അപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇവിടെ ഐറ്റത്തിന്റെ പേര് വന്നിട്ടുണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ റേറ്റ്. ബേസിക് റേറ്റ് 41 രൂപയായിരുന്നു, ബേസിക് വാല്യൂ വന്നിട്ടുണ്ട്. അഡീഷണൽ കോസ്റ്റ് ഇവിടെ 500 രൂപ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റേറ്റ് ആയിട്ട് ഇവിടെ 51 വന്നിട്ടുണ്ട്. അതായത് ഈ അഡീഷണൽ കോസ്റ്റിനെ എന്ത് ചെയ്തു, നമ്മുടെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഒരെണ്ണത്തിന്റെ വാല്യൂ കൂടി. 41 ആയിരുന്നു വാല്യൂ, ബേസിക് വാല്യൂ. അതിനോട് കൂടി ഒരെണ്ണത്തിന്റെ റേറ്റ് കൂടി ഇപ്പൊ 51 രൂപയാണ്. ഈ 51 രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായിട്ടുള്ള പൈസ. ഇതിന്റെ മുകളിലാണ് സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കുക. അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ലാഭം കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും. ഓരോ ബിസിനസ്സുകാരനും കയ്യിൽ നിന്ന് 1 രൂപ പോലും അഡീഷണൽ ആയിട്ട് ചെലവാക്കില്ല. അതെല്ലാം എന്താണ് സെല്ലിംഗ് പ്രൈസിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മെർജ് ചെയ്തിട്ട് വരും. ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകളായിരുന്നു. ചില കേസിൽ ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്യില്ല, പക്ഷെ അഡീഷണൽ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് എമൗണ്ട് കൊടുത്തു. ചെക്ക് പോസ്റ്റിൽ ഇടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സർട്ടൻ എക്സ്പെൻസ് അവിടെ ചെലവാക്കി. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ആ റേറ്റ് ഈ ഐറ്റത്തിനോട് കൂടിയിട്ട് മെർജ് ചെയ്ത് വരണം. പക്ഷെ അത് ബില്ലിൽ കാണിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ സ്റ്റോക്കിൽ വേണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പൊ കൊടുക്കുകയാണോ ചെയ്തിരിക്കുന്നത്? അപ്പൊ 2 കാര്യങ്ങളെ അവിടെ അഫക്ട് ചെയ്യണം. ഒന്ന് പേയ്മെന്റ് പോയതായിട്ടും കാണിക്കണം, അത് ഐറ്റത്തിലേക്ക് മെർജ് ചെയ്തതായിട്ടും കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് ഓൾട്ട് സി അടിച്ച് നമുക്ക് ഇവിടെ നമ്മൾക്ക് എക്സ്പെൻസ് ഫണ്ട് നമുക്ക് ഇവിടെ കാണിക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ എക്സ്പെൻസ് കാണിക്കാം. ഇപ്പൊ ഇവിടെ ഡയറക്റ്റ് കോസ്റ്റ് എന്താണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത്, എന്ത് എക്സ്പെൻസ് കൊടുത്താലും അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഇനി നമ്മൾ ഈ മുമ്പ് ചെയ്ത സ്റ്റെപ്പ് നമ്മൾ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് കൺട്രോൾ എൻ്റർ അടിച്ചിട്ട് അപ്രോപ്രിയേറ്റ് ബൈ വാല്യൂ, കാരണം അത് ഗ്രൂപ്പിനെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാ പ്രാവശ്യവും അത് അങ്ങനെ തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇൻവെന്ററി വാല്യൂസ് ആർ അഫക്റ്റഡ്. അപ്പൊ സാധാരണ ഒരു ലെഡ്ജർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എസ് കൊടുക്കാറില്ല, പക്ഷെ ഇവിടെ കാണിക്കണം, കാരണം ഇവിടെ ഇതിന്റെ മുകളിലാണ് ഐറ്റം കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ യെസ് കൊടുത്തു.
എസ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇവിടെ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ഐറ്റം കാണിക്കും, ഏത് ഐറ്റത്തിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രൈസ് എന്നുള്ളത് ഐറ്റം കാണിക്കും, പ്രൈസ് കാണിച്ചു. നമ്മൾ ക്വാണ്ടിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല, വാല്യൂ കൊടുക്കാം. ഇപ്പോൾ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം, ഒരു 350 കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ക്രെഡിറ്റ് എന്നുള്ളത് എന്താണ്? ക്യാഷ്. നമ്മൾ ആ എക്സ്പെൻസിനെ മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ക്യാഷ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് എടുത്തിട്ട് നോക്കാം. ഇവിടെ ജസ്റ്റ് സ്റ്റോക്ക് സമ്മറി എടുത്തിട്ട് നോക്കാം. സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കി ജസ്റ്റ് എൻ്റർ അടിച്ചു. ജസ്റ്റ് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ റേറ്റ് 58 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അഡീഷണൽ കോസ്റ്റിനെ മാത്രം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻവെന്ററി സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതിൽ മൂവ്മെന്റ് അനാലിസിസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ സ്റ്റോക്ക് ഐറ്റം അനാലിസിസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ എൻ്റർ അടിച്ചു. ഒന്നും കൂടി എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ കാണും ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി 50 ആണ്. ബേസിക് റേറ്റ് 41 രൂപയായിരുന്നു. ഇപ്പോൾ അഡീഷണൽ കോസ്റ്റ് ഇവിടെ 880 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണിക്കും അഡീഷണൽ കോസ്റ്റ് ആയിട്ട് 850 വന്നിട്ടുണ്ട്. അതിന്റെ ഇഫക്റ്റീവ് റേറ്റ് ഇവിടെ മാറിയിട്ടുണ്ട്, അതായത് 58 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ കോസ്റ്റ്. അപ്പോൾ അവിടെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ഇവിടെ എന്താണ് ഇതിന്റെ ഈ ഇഫക്റ്റീവ് റേറ്റും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞ രീതി എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നതായിരിക്കാം. രണ്ടാമത് പറയുന്ന രീതി ചിലപ്പോൾ എല്ലാവർക്കും അത്ര അറിയുന്നുണ്ടായിരിക്കില്ല, കാരണം അത് റെയർ ആയിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ്. അപ്പൊ അത് എല്ലാവർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം രണ്ടാമത് എങ്ങനെയാണ് ആ ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള അഡീഷണൽ കോസ്റ്റ് കൊടുക്കുക എന്നുള്ളത് ചിലപ്പോൾ മിക്ക ആൾക്കാർക്കും അത് അറിയണ്ടായിരിക്കില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.